മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള മാച്ച് ഡേ 12 മത്സര ദിവസത്തിലേക്ക് കടക്കുന്നു. ഓഫ് കോഴ്സ് മാച്ച് വീക്ക് 4 ആൻഡ് മാച്ച് ഡേ 12 of the Mahindra Super League Kerala Season 1 powered by Amul. നമുക്ക് ഫോർമേഷൻസ് നോക്കാം, ടീം നോക്കാം. ഫോർസ കൊച്ചി, റോഡ്രിഗസ്, ലൂയിസ്, സയ്യിദ്, നിധാൽ, അജയ്, അലക്സ്, നിജോ ഗിൽബർട്ട്, ഡോറിയട്ടൺ, ഗോമസ്, ആസിഫ് കോട്ടായിൽ, ജഗന്നാഥ്, അർജുൻ, ജയരാജ്, ക്യാപ്റ്റൻ ബസന്ത സിംഗ്, നിതിൻ മധു ആൻഡ് ഗോൾ കീപ്പർ അജ്മൽ എസ്. കൊമ്പൻസിന്റെ ട്രിവാൻഡ്രം കൊമ്പൻസിന്റെ ടീം ലൈനപ്പ് നോക്കിയാൽ ഗോൾ പോസ്റ്റിൽ മിക്കേൽ സാന്തോസ്, റെനൻ റോച്ച, അഖിൽ ചന്ദ്രൻ, അബ്ദുൾ ബാദിഷ്, ക്യാപ്റ്റൻ സീസൺ, മാർക്കോസ് സാന്തോസ്, ഡേവി കാഡോസോ, ഗണേശൻ, മുഹമ്മദ് അസർ, പോൾ ആൻഡ് ലാൽ മംഗൈ സംഘ എന്നതാണ് ട്രിവാൻഡ്രം കൊമ്പൻസിന്റെ പ്ലേയിങ് 11. ആസിഫ് കോട്ടായിലൂടെ നേടിയെടുത്ത ഫ്രീ കിക്കാണ്. അത് എതിർ പെനാൽറ്റി ബോക്സിലേക്ക് നല്ല ട്രൈ തന്നെയാണ്. നമ്പർ 9 ഓഫ് ഫോർസ ഡോറിയൽട്ടൺ ഗോമസ്. മറ്റ് മറുഭാഗത്ത് ഫോർസ കൊച്ചിയുടെ ബ്രസീലിയൻ സ്ട്രൈക്കർ കണ്ടു. ആ സസ്പെൻഷൻ മൂലമാണ് ഇന്ന് പാട്രിക് മോട്ടയ്ക്ക് കളിക്കാൻ പറ്റാത്തത്. അതും നമ്മൾ നേരത്തെ ഈ രണ്ട് മിസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു. വൺ ഡ്യൂ ടു ഇഞ്ചുറി ആൻഡ് അനദർ ഡ്യൂ ടു റെഡ് കാർഡ്. പാട്രിക് മോട്ട വീണ്ടും ആ ചാലഞ്ച് വരികയാണ്. സെന്ററിൽ ആസിഫ്, ഇത് ജേഴ്സി നമ്പർ 10 ആസിഫ് കോട്ടായിൽ. ഒരു തവണ റെഫറി ആസിഫിനെ ഒന്ന് നോക്കി, സൂക്ഷിച്ച് നോക്കി, ഒന്ന് മനസ്സിരുത്തി മൂളി വിട്ടു. നൗ ലുക്ക് അറ്റ് ദിസ്. ഇന്നത്തെ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൊമ്പൻസിന് ഒരു വലിയൊരു എമർജൻസി ഇല്ല, ഒരു ധൃതി കാണിക്കുന്നില്ല അവര്. കൊമ്പൻസിന്റെ ഭാഗത്ത് നാട്യമഗതിയിലെ ഏറ്റവും മികച്ച അവസരം. അവരുടെ 7ാം നമ്പറുകാരൻ മാർക്കസ് ഫിൽഡർ ഫസ്റ്റ് ടൈം കണക്ഷൻ ഓടിയെത്തുന്നു, പ്രോപ്പറായി പന്തിനെ ടാപ്പിംഗ് ചെയ്യുന്നു ടാർഗറ്റിലേക്ക്. പക്ഷേ ഗോൾ കീപ്പർ അജ്മൽ വളരെ സുന്ദരമായ രീതിയിൽ കളിച്ച് മുന്നിലേക്ക് വന്ന് അവസരം തുറന്നെടുക്കുകയാണ് ചെയ്തത്. ഒരു എമർജൻസി ഇല്ല. സീസൺ അസറിന് കൈമാറുന്നു. അസറിന്റെ ക്രോസ് വരുന്നു, അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു. ആൻഡ് അതിന് മുമ്പ് തന്നെ, അത് ഫിനിഷ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അസിസ്റ്റന്റ് റഫറിയുടെ ഫ്ലാഗ് അവിടെ ഉയർന്നിട്ടുണ്ട്. ഇനി അത് അകത്തേക്ക് പോയാലും അത് ഈസി ആയിട്ട് ഡിസലോ ചെയ്യുമായിരുന്നു. ബോളും ബ്രേക്കായി കൃത്യമായിട്ട് ആദ്യത്തെ ഇടതുവശത്താണെങ്കിൽ ഇത് വലതുവശത്തുനിന്ന് ഈ ഡിഫൻസിനെ നമുക്ക് കാണാം. വീണ്ടും ഒരിക്കൽ കൂടി ഗ്രേറ്റ് ഡിഫൻഡിങ് ജേഴ്സി നമ്പർ 4. ഷെക്കി, ലുക്ക് ഷെക്കി. എന്തായാലും കൊമ്പൻസിന് അനുകൂലമായി മത്സരത്തിന്റെ 41ാമത്തെ മിനിറ്റിൽ അടുത്ത കോർണർ ലഭിക്കുകയാണ്. ഡേവിയാണ് തയ്യാറെടുക്കുന്നത്. ഡേവിയുടെ കോർണർ വരുന്നു. സെറ്റ് പീസുകളുടെ പ്രത്യേകതയെക്കുറിച്ച്, സെറ്റ് പീസുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച്, സെറ്റ് പീസുകളുടെ മാന്ത്രിക ശക്തിയെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. നമ്മൾ ആർസണലിനെയും സിറ്റിയെക്കുറിച്ച് സൂചിപ്പിച്ചു. ലോക ഫുട്ബോളിൽ, മോഡേൺ ഫുട്ബോളിൽ സെറ്റ് പീസുകൾ എന്നാൽ 50% ഗോളാണ്. എണ്ണിച്ചുട്ടതുപോലെ, അടയാളപ്പെടുത്തുന്നത് പോലെ, ആറ്റിക്കുറുക്കിയതുപോലെ വരണം സെറ്റ് പീസുകൾ. ഇവിടെ ആദ്യത്തെ 3 മാച്ച് കണ്ട എല്ലാവർക്കും അറിയാം. ഇവിടെ നല്ലൊരു ചിപ്പിംഗ് ഗോൾ, ചാൻസ് ഫോർ കൊമ്പൻ. What a save! Half time it is. വലത് പിന്നിൽ മുഹമ്മദ് അസർ ഫോർ കൊമ്പൻസ്. അസർ ഡ്രിബിൾ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നു, പക്ഷേ ഡിഫൻസിൽ നിന്നും പ്രോപ്പറായ ഒരു ക്ലിയറൻസ് ആയിരുന്നില്ല. പന്ത് വീണ്ടും അസർ തന്നെ കൈവശപ്പെടുത്തുകയാണ്. അസറിന്റെ ബാക്ക് പാസ് ഗോളിലേക്ക് വരുന്നു. കർവിംഗ് ഷോട്ടിനുള്ള ശ്രമമാണ് നടത്തുന്നത് അവിടെ. ഡേവിയാണ് ജേഴ്സി നമ്പർ 10. പന്ത് ബോക്സിന്റെ വലതു ഭാഗത്ത് വെച്ച് അദ്ദേഹം റിസീവ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ടേൺ എടുക്കുന്നു, പന്തിനെ തന്റെ ഇടത് കാലിലേക്ക് മാറ്റി സെക്കൻഡ് പോസ്റ്റിന്, ഫാർ പോസ്റ്റിലേക്ക് ഒരു കർവിംഗ് ഷോട്ട് പറ്റുമോ എന്നാണ് ഡേവി അവിടെ തിരക്കിയത്. മികച്ച രീതിയിലുള്ള ഒരു പന്തടക്കം ഡേവിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പക്ഷെ ആ ഒരു ഫൈനൽ കിക്ക് മാത്രം ഷൈജോട്ട ഡിസപ്പോയിന്റിങ് എന്ന് പറയാൻ കാരണം അല്പം എന്താ പറയുക, ക്ഷീണിതനായിട്ടാണ് അർജുൻ ജയരാജിനെ നമ്മൾ ആദ്യ പകുതിയുടെ അവസാനമൊക്കെ കണ്ടത്. എന്നാൽ ഇവിടെ വാസ്തവത്തിൽ ആ പന്ത്, ആ ഫോർവേഡ് വിട്ടുകൊടുക്കുകയാണ്. ഡേവി അത് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. കാരണം ഡേവി കറങ്ങി തിരിഞ്ഞ പന്ത് എടുക്കുന്നതിന് പകരം ഐ തിങ്ക് അവിടെ സീസൺ ആണെന്ന് തോന്നുന്നു, അത് സീസണോ ഗണേശനോ, ആ ഈസി ആയി ഓടി വന്നടിക്കാൻ പറ്റുമായിരുന്നു ഗണേശൻ. വീണ്ടും
കൊമ്പന്റെ പെനാൽറ്റി ഏരിയയിലേക്ക് മറ്റൊരു പന്തുമായി കടന്നു കയറാനുള്ള ശ്രമം. പക്ഷേ പ്രതിരോധത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രതിരോധം കൊമ്പനാണ്. നൗ ലുക്ക് അറ്റ് ദിസ് ഗൈ, ജേഴ്സി നമ്പർ 18 മുഹമ്മദ് അഷർ. ലുക്ക് അറ്റ് ദ എനർജി. ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഓടി കളിച്ചു. സെക്കൻഡ് ഹാഫിൽ എവിടെ നിന്നാണോ ഫസ്റ്റ് ഹാഫ് നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങിയ അഷർ. സ്റ്റാറ്റ്സിൽ താങ്കളെ കഴിച്ചിട്ട് മാത്രമേ ഇവിടെ എനിക്ക് തോന്നി ഈ ഭൂലോകത്ത് വേറെ ആരുള്ളൂ. ഇത്രയും പ്രിപ്പയർഡ് ആയിട്ട് ഇത്രയും സ്റ്റാറ്റ്സ് ഒപ്പിയെടുക്കുന്ന ഒരു മഹാനായ താങ്കളിൽ നിന്ന് തന്നെ ഇതിനുള്ള ഉത്തരം ആദ്യമേ കളിയുടെ തുടക്കത്തിൽ വന്നിരുന്നു. കാരണം ഈ സൂപ്പർ ലീഗ് കേരളയിലെ ആദ്യ ഗോൾ നേടിയത് അക്ഷറാണ്. ഇത് നൽകാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസ് അത് തന്നെയാണ് ഏറ്റവും വലുത്. ഇവിടെ കൊമ്പൻ അനുകൂലമായ ഒരു ഫ്രീ കിക്കാണ്. ആ ഫ്രീ കിക്ക് ഫോർസയുടെ ബോക്സിലേക്ക് താണിറങ്ങി വരുന്നു. വീണ്ടും ആ പന്ത് കാണുക. വീണ്ടും മുഹമ്മദ് അസർ. രണ്ട് താരങ്ങളുടെ ഇടയിലൂടെ രണ്ട് ഡിഫൻഡർമാരുടെ ഒടുവിൽ ആ ഫൈനൽ ഡിഫൻഡർ അസറിനെ ശരിക്കും അങ്ങോട്ട് സ്ക്രീൻ ചെയ്ത് കളയുന്നു. ആ ഡിഫൻഡറേക്കാൾ ശരീരം കൊണ്ട് കുറച്ച് കുഞ്ഞനാണ് ദിസ് നമ്പർ 18. എനിക്ക് ശരിക്കും അസറിൻ്റെ ആ നീക്കങ്ങൾ കാണുമ്പം രാഹുൽ KPയുടെ വലതുവശത്തുള്ള മുന്നേറ്റം ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ഒരു റണ്ണിങ് സ്റ്റൈല്, ആ മുന്നേറ്റം, ആ ബോക്സിനകത്ത് കോൺഫിഡൻസ്. കൊമ്പൻസിൻ്റെ നമ്പർ 10 ജേഴ്സിയിലെ ഡേവിയാണ് നമ്പർ 10 റോളിൽ, അതായത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഒരു പ്ലേ മേക്കർ റോളിൽ ഇന്ന് കാണുന്നത്. അതുകൊണ്ടാണ് അല്പം റൈറ്റ് സൈഡിൽ നിന്നും അഷറിന്റെ ക്രോസ് വരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ആ ക്രോസ് ഒന്ന് കാണുക. എമ്മത്തെ ക്രോസ്, അതായത് ഒരു സ്ട്രൈക്കർക്ക് പെനാൾട്ടി ബോക്സിന്റെ നടുക്കിൽ ഉയർന്നു ചാടി ട്രെയിൻ മൊത്തത്തിൽ കാണാൻ പറ്റുന്ന വിധത്തിൽ ആ ക്രോസ് കൊടുക്കുക. വൺസ് അഗെയിൻ നമ്പർ 18 കൊമ്പൻ ആക്രമണത്തെ പ്രതിരോധിക്കുന്നു. ഫോർസയുടെ കൗണ്ടർ അറ്റാക്ക്. പക്ഷേ അഗെയിൻ ദാറ്റ് വീക്ക് പാസിംഗ് ആണ്. പാസ് ചെയ്യുന്ന സമയത്ത് പന്തിൽ നിങ്ങൾ കൊടുക്കുന്ന വെയിറ്റ് വളരെ ക്രൂഷ്യലാണ്. ഏതായാലും അർജുൻ ജയരാജിന്റെ ഇന്റർസെപ്ഷൻ. പന്ത് വീണ്ടും ഫോർസയുടെ കാലുകളിലേക്ക്. പന്ത് ക്രോസ് കോട്ട് സ്വിച്ച് ഓവർ ചെയ്ത് ഇടതു ഭാഗത്തേക്ക് മാറ്റുന്നു. ഹാൻഡ് ബോക്സിന് വെളിയിൽ നിന്നും ബ്യൂട്ടിഫുൾ ബോക്സിന്റെ എഡ്ജിൽ നിന്നും ഒരു റൈറ്റ് ഫുട്ടറുള്ള ശ്രമമാണ് അവിടെ നടത്തുന്ന ജേഴ്സി നമ്പർ 7 നിജോ ഗിൽബർട്ട്. ഇതായിരുന്നു ആ ലോങ് സ്വിച്ച് നിജോയിലേക്ക്. നിജോ ഡിഫൻഡറിനെ മറുവശത്തേക്ക് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നു. അതിനുശേഷം എന്തായാലും നമ്മുടെ അർജുൻ ജയരാജിൻ്റെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രതീക്ഷിച്ചതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അല്പം ക്ഷീണിതനായിട്ടാണ് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പകരം ഒരു ഓവർഹെഡ് ഷിപ്പിംഗ് ബോൾ. പക്ഷേ നല്ല ഡിഫൻഡിങ്. ആ ഡിഫൻഡർ ഒപ്പം തന്നെ നിന്നു ആ ഫോർസ കൊച്ചി പ്ലെയറുടെ. അത് മാത്രമല്ല ഗോൾ കീപ്പർ വളരെ കൃത്യമായി ഔട്ടിംഗ് നടത്തി. നിദാലിൻ്റെ പാസ്സായിരുന്നു. അത് ചിപ്പ് ചെയ്ത് ഡിഫൻസിന് മുകളിലൂടെ അവരെ തടഞ്ഞു നിർത്തുന്നു ദമേനിയൻ യെല്ലോ. കമൽപ്രീത് വീണ്ടും നല്ലൊരു മുന്നേറ്റം. രാഹുൽ വിത്ത് ദ ബോൾ. നല്ലൊരു പന്ത്. So substitutions make wonders. 60-ാം മിനിറ്റിൽ ഫോർസ കൊച്ചി നടത്തിയ രണ്ട് മാറ്റങ്ങൾ രാഹുൽ KPയെയും അതേപോലെ കമൽപ്രീതിനെയും കളിക്കളത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം ക്ലിക്ക് ചെയ്യപ്പെടുന്നു. പകരക്കാരനായി വന്ന രാഹുൽ KP തന്നെ ഫോർസ കൊച്ചിക്ക് വേണ്ടി സമനില ഗോൾ കണ്ടെത്തുന്നു. സ്വന്തം മൈതാനത്ത് സ്വന്തം തട്ടകത്തിൽ കൊച്ചിയുടെ മണ്ണിൽ ഫോർസ കൊച്ചി മടങ്ങി വരുന്നു. ജേഴ്സി നമ്പർ 21 രാഹുൽ KP. ഫോർസ 1 കൊമ്പൻ 1 ഇൻ കൊച്ചി. രണ്ടാം പകുതിയിലാണ് ഫോർസ കൊച്ചിക്ക് അനുകൂലമായി കോർണറുകൾ കിട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു തുടങ്ങിയത്. സോ നേരത്തെ കിട്ടിയ കോർണറിന് പിന്നാലെ വീണ്ടും ഒരു കോർണർ. നിജോ ഗിൽബർട്ടിന്റെ കോർണർ വരുന്നു. പക്ഷേ താഴ്ന്നു വന്ന കോർണർ അനായാസം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നു മഞ്ഞ കുപ്പായക്കാർക്ക്. ക്ലിയറൻസ് ഫ്രം ജേഴ്സി നമ്പർ 17 വിഷ്ണു. വീണ്ടും നിജോ. ക്ലിനിക്കൽ ഡോറിയൽട്ടൺ, ബ്രസീലിയൻ താരം ഡോറിയൽട്ടൺ ഒടുവിൽ ഫോർസ കൊച്ചിക്ക് വേണ്ടി കൊച്ചിയിൽ ഹീറോയാവുകയാണ്. ഡോറിയൽട്ടൺ ഫ്രം ബ്രസീൽ ഈ മത്സരത്തിൽ ഉടനീളം ആദ്യ 11-ൽ ഇടം പിടിക്കുകയും ഉടനീളം ഫോർസയുടെ മുന്നേറ്റത്തിന് അടക്കി ഭരിക്കുകയും ചെയ്ത ഡോറിയൽട്ടൺ നിജോയുടെ ക്രോസിൽ നിന്നും ഗോൾ കണ്ടെത്തുമ്പോൾ കൊച്ചിയിൽ ആരാധകരുടെ മുന്നിൽ, സ്വന്തം ആരാധകരുടെ മുന്നിൽ മാരിയോ ലെമോസിന്റെ ഫോർസ കൊച്ചി ലീഡിംഗ് 2-1 in കൊച്ചി. ഒന്നിൽ പോലും വിജയം കാണാനാവാതെ വലഞ്ഞ വിഷമിച്ച ഫോർസ കൊച്ചി 4ാമത് മത്സരത്തിൽ ഇതാ വിജയത്തിലേക്ക് എത്തുകയാണ്. അതും സ്വന്തം തട്ടകമായ സ്വന്തം മണ്ണായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. in കൊച്ചി. It is the home team ഫോർസ കൊച്ചി 2 തിരുവനന്തപുരം കൊമ്പൻസ് 1.
So what a day for the home team, Forza Kochi FC. ലീഗിലെ നിരാശാജനകമായ 3 മത്സരങ്ങളുടെ ആ ഒരു ക്ഷീണം അവര്